ഓക്കെ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ നിങ്ങളോട് അറ്റൻഷൻ പ്ലീസ് പറഞ്ഞ താഴെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് വേറൊന്നുമല്ല, നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഈ ആപ്പിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പേയ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യണം. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസോ ഗൂഗിൾ പേ നമ്പറോ എന്താ ആഡ് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഏറ്റവും താഴെ സെറ്റ് ഡിഫോൾട്ട് മെത്തേഡ് എന്നുള്ളൊരു ബട്ടൺ കണ്ടില്ലേ, ആദ്യം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലത്തേ ഭാഗത്ത് താഴെ പ്ലസ് ബട്ടൺ കണ്ടില്ലേ, ആ ഒരു പ്ലസ് ചിഹ്നം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് കൊടുക്കേണ്ടത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. ബാങ്ക്, UPI, ഗൂഗിൾ പേ അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായി കൊടുക്കാൻ പറ്റിയ ഗൂഗിൾ പേ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യുക. UPI ID സെലക്ട് ചെയ്യേണ്ടവർക്ക് UPI ID സെലക്ട് ചെയ്യാം. അപ്പോൾ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഞാൻ ഒരു ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഗൂഗിൾ പേ നമ്പർ നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് നേരെ താഴെയുള്ള ആഡ് മെത്തേഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആഡ് മെത്തേഡ് ക്ലിക്ക് ചെയ്താൽ മാത്രം പോരാ, ഇവിടെ വലത്തെ ഭാഗത്ത് മുകളിൽ മേക്ക് ഡിഫോൾട്ട് എന്നുള്ള ബട്ടൺ കണ്ടോ, ആ ഒരു ബട്ടണും കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ സെറ്റായി. അപ്പോൾ ഇനി നിങ്ങൾക്ക് പേയ്മെൻറ്റ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ ആപ്പിൻ്റെ അകത്ത് നിന്ന് വിഡ്രോൾ റിക്വസ്റ്റ് പോകും. അതിനുശേഷം നിങ്ങൾക്ക് എന്താവും, ആ ഒരു പേയ്മെൻറ്റ് നിങ്ങൾ കൊടുത്ത ഗൂഗിൾ പേ നമ്പറിലൂടെ അയച്ചു തരും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഇനി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിൻ്റെ ഓരോ ഷോപ്പുകൾക്കും ഓരോ പ്രവർത്തന സമയവും പ്രവർത്തന ദിവസവും ഉണ്ടാവില്ല. അത് നിങ്ങൾ എന്തായാലും സെറ്റ് ചെയ്യണം. അപ്പോൾ വലത്തെ ഭാഗത്ത് താഴെ മെനു ബട്ടൺ കണ്ടില്ലേ, ആ മെനു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് ഇവിടെ ഓപ്പൺ ആവും. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ ഓപ്ഷൻ കണ്ടില്ലേ, സ്റ്റോർ കൺഫിഗ് എന്ന് കണ്ടില്ലേ, ഈ ഒരു ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഇവിടെ ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ ഇതിൽ താഴോട്ട് ഇങ്ങനെ പോയിട്ട് ഒരു ഡെയിലി ഷെഡ്യൂൾ ടൈം എന്നുണ്ടല്ലേ, ഇവിടെ നിങ്ങൾ ഓരോ ദിവസത്തെ പ്രവർത്തന സമയം കൊടുക്കണം. അപ്പോൾ ഞായറാഴ്ച നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞായറാഴ്ചയുടെ നേരെയുള്ള സൺഡേൻ്റെ നേരെയുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ തിങ്കളാഴ്ച, ഇപ്പോൾ ഇന്നിപ്പോൾ എന്താഴ്ച, ഇന്നിപ്പോൾ ചൊവ്വാഴ്ച, അപ്പോൾ ഞാൻ ഇപ്പോൾ തിങ്കളാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യാം. തിങ്കൾ എന്നുള്ളതിന് നേരെ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് എപ്പോഴാണ് നിങ്ങൾ തിങ്കളാഴ്ച ഓപ്പൺ ചെയ്യാന്നുള്ള സമയം കൊടുക്കുക. ഓക്കെ, രാവിലെ 8 മണി മുതൽ രാത്രി ഒരു 10 മണി, രാത്രി ഒരു 10 മണി PM. അപ്പോൾ ഈ ഒരു സമയത്താണ് ഞാൻ തിങ്കളാഴ്ച വർക്ക് ചെയ്യാമെന്ന് നമ്മുടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ഈ ഒരു സമയം വരെ നിങ്ങളുടെ ഷോപ്പ് അവൈലബിൾ ആവുള്ളൂ. ഇപ്പം അതായത് ഇപ്പോൾ രാവിലെ 8 മണിക്ക് മുന്നേ ഏതെങ്കിലും യൂസർ നിങ്ങളെ ഒരു ഷോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പ് ക്ലോസ് എന്ന് കാണിക്കാം. നിങ്ങളുടെ ഷോപ്പിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് അവർക്കൊരു സാധനം മേടിക്കാൻ പറ്റില്ല ആ ഒരു സമയത്ത്. അങ്ങനെയാണ് സംഭവം ഉള്ളത്. അപ്പോൾ ചൊവ്വാഴ്ച ഇതേപോലെ ബാക്കിയുള്ളതിനൊക്കെ കൊടുക്കുക. ചൊവ്വാഴ്ച എത്ര, ഓരോ ദിവസത്തിന് നിങ്ങൾക്ക് പ്രത്യേക സമയം കൊടുക്കാൻ പറ്റും. ഞാൻ സെയിം സമയം തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. 8 മണി മുതൽ ഒരു അല്ലെങ്കിൽ ഈ ഒരു ദിവസം ഒരു 11 മണി വരെ ഉള്ള രീതിയിൽ കൊടുക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം കൊടുക്കാൻ പറ്റും. ആ AM PM പ്രത്യേകം ശ്രദ്ധിക്കണേ. ഓക്കെ, അത് മാറാതെ കൊടുക്കണം. രാവിലെ AM ഈവനിങ് PM മാറരുത്, അതങ്ങനെ തന്നെ കൊടുക്കണം. എന്നിട്ട് ഇത് ഞാൻ ഇപ്പോൾ തൽക്കാലം ഫില്ല് ചെയ്യുന്നില്ല, എത്രയേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ എല്ലാ ദിവസവും നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഏത് ദിവസം വർക്ക് ചെയ്യാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം നിങ്ങൾ ഇതേപോലെ ആഡ് ചെയ്യേ വേണ്ട. എന്നിട്ട് സേവ് ചെയ്യാൻ മറക്കരുത്. ഏറ്റവും താഴെയുള്ള അപ്ഡേറ്റ് ബട്ടൺ എന്തായാലും നിങ്ങൾ ക്ലിക്ക് ചെയ്യണം, അത് മറക്കാൻ പാടില്ല. അപ്ഡേറ്റുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് അപ്ഡേറ്റ് ആയി. ഓക്കെ, ഇനിയിപ്പോൾ ചില പ്രവർത്തന സമയത്ത് തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് പുറത്ത് പോകേണ്ടി വന്നു, ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ടി വന്നു, അങ്ങനെ എന്തെങ്കിലും അർജൻസി വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഓർഡർ ഒരിക്കലും വരാൻ പാടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും മുകളിലോ സ്റ്റോർ സ്റ്റാറ്റസ് എന്നുണ്ടോ, അതിൻ്റെ അവിടെ ഒരു ഓണാക്കാനുള്ള സംഭവം, അതിപ്പോൾ ഓണായിട്ടാണ് കിടക്കുന്നത്. ജസ്റ്റ് അതെന്ത് ചെയ്യുക, ഓഫാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് ചോദിക്കും, അപ്പോൾ എസ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെ സ്റ്റോർ ക്ലോസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളെ ഈ ഷോപ്പിലെ സാധനങ്ങൾ ആർക്കും ഓർഡർ ചെയ്യാനൊന്നും പറ്റില്ല. അത് നിങ്ങൾക്ക് എമർജൻസി വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രവർത്തന സമയത്ത് തന്നെ എമർജൻസി വരികയാണെങ്കിൽ പുറത്ത് പോകേണ്ടി വന്നാൽ ഷോപ്പ് ക്ലോസ് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്. എപ്പോഴാണ് നിങ്ങൾ ഷോപ്പിൻ്റെ അകത്തോട്ട് വരുന്നത്, അപ്പോൾ വീണ്ടും അത് ക്ലിക്ക് ചെയ്തിട്ട് എസ് കൊടുക്കുക. അപ്പോൾ ഷോപ്പ് അവിടെ ഓപ്പൺ ആയിട്ട് കിടക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യണം.